Happy welcome to SJS, the Splendid John River Symphony. നമ്മൾ എല്ലാവരും നമ്മുടെ പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ നെക്സ്റ്റ് അപ്ഡേഷൻ വരുമ്പോൾ അത് വാങ്ങിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഫോണിലെ ഓരോ സോഫ്റ്റ്വെയറും നാം ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയാലോ? ഇന്ന് നാം ഇവിടെ കാണാൻ പോകുന്നത് നമ്മുടെ ലൈഫിനെ നെക്സ്റ്റ് വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ചില ഹാബിറ്റുകളാണ്. അതിൽ ഒന്നാമത്തെ ഹാബിറ്റാണ് സെറ്റ് ആൻ ഇന്റൻഷൻ ഫോർ ദ ഡേ. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാം എന്താണോ ചെയ്യാൻ തുടങ്ങുന്നത് അതായിരിക്കും നമ്മുടെ അന്നത്തെ ദിവസത്തെ നമ്മുടെ ഫോക്കസിലേക്ക് കൂടുതൽ വരിക. നാം ഒരു ഗോൾ സെറ്റ് ചെയ്യാതെ മറ്റൊരാളുടെ ഒരു ഗോൾ ആയിരിക്കാം നാം ചിലപ്പോൾ കാണുക. നമ്മൾ ഫോണിൽ ഒരു മെസ്സേജ് വായിക്കുകയോ ഒരു ഇമെയിൽ ചെക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ നാം ആദ്യം ഫോക്കസ് കൊടുക്കുന്നത് മറ്റൊരാളുടെ ഇന്റൻഷനിലേക്കാണ്. അതിന് ഒരു ഇട കൊടുക്കാതെ നമുക്ക് നമ്മുടേതായ ഇന്റൻഷൻ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്ക് രണ്ട് വിധത്തിൽ ഇന്റൻഷൻ സെറ്റ് ചെയ്യാം. ഒന്നാമത്തേത്, നമുക്കൊരു ഡേ ബിഫോർ നമുക്ക് വൈകുന്നേരം ഇരുന്ന് ആ ദിവസത്തെ ഇന്റൻഷൻ എന്തായിരുന്നുവെന്നും അത് എങ്ങനെയായുവെന്നും ഒന്ന് റിവ്യൂ ചെയ്ത് നമുക്ക് നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഒരു ഇന്റൻഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ ദിവസത്തെ നമ്മുടെ എന്താണ് നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസത്തിന്റെ നമ്മുടെ എന്തായിരിക്കും നമ്മുടെ ഫോക്കസ്, നമ്മുടെ എന്താണ് നമ്മുടെ അന്നത്തെ മോട്ടീവ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നമുക്കൊരു പ്ലാൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആ ഒരു ഇന്റൻഷൻ നമുക്ക് നേടാൻ സാധിക്കുകയും നമുക്ക് ഫോക്കസ് ഉണ്ടാവുകയും ചെയ്യും. നെക്സ്റ്റ് വേർഷനിലേക്ക് നമ്മെ അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ടാമത്തെ ഹാബിറ്റാണ് ബി ഇൻ ആൻ ഒപ്റ്റിമൽ സ്റ്റേജ് ഫോർ എ കൺസിഡറബിൾ ടൈം. ഒപ്റ്റിമൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്, ഒരു ബ്ലിസ്ഫുൾ സ്റ്റേജ് ആണ്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ചലഞ്ചസ് ഉണ്ടാവുകയാണെങ്കിലും അതിനെയൊക്കെ നാം തരണം ചെയ്ത് നമുക്ക് എപ്പോഴും മോട്ടിവേറ്റ് ആയിരിക്കാൻ സാധിക്കും. നമ്മൾ എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ഗ്രോത്തിന്റെ ഒരു അവസ്ഥയാണത്. ഈ സ്റ്റേജിൽ നമുക്ക് മാക്സിമം സമയം ആയിരിക്കാൻ നമുക്ക് ചില ടൂൾസ് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്നാമത്തെ ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങൾക്കും നടന്ന കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. രാവിലെയോ വൈകിട്ടോ അതേ രണ്ട് സമയത്തും നമുക്ക് ഒരു ജേണൽ എഴുതാൻ സാധിക്കും. നമുക്ക് അന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങനെ നമുക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഒരു ബ്ലിസ്ഫുൾ അവസ്ഥയിലേക്ക് മാറും. രണ്ടാമത്തെ ടൂളാണ് മൂവ് യുവർ ബോഡി. നമുക്ക് നമ്മുടെ ബോഡിയെ മാക്സിമം മൂവ് ചെയ്യണം. നമുക്ക് ഡാൻസിങ് ആവാം, യോഗയാകാം, ജസ്റ്റ് ഒരു വാക്കിംഗ് ആകാം. അങ്ങനെയുള്ള എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ മൂവ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് എപ്പോഴും ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കും. മൂന്നാമത്തെ ടൂളാണ് മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആവുകയും നമ്മൾ ഒരു കൂൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയവും ഒരു ബ്ലിസ്ഫുൾ ആയ അവസ്ഥയിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബെറ്റർ വേർഷനിലേക്ക് നമ്മെ അപ്ഡേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ടൂളാണ് ഫീഡ് യുവർ മൈൻഡ്. നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിനും ഭക്ഷണം ആവശ്യമാണ്. നമ്മുടെ മനസ്സിന്റെ ഭക്ഷണമാണ് നമ്മളിലേക്ക് എടുക്കുന്ന ഇൻഫോർമേഷൻസ്. അതെപ്പോഴും ഗുഡ് ഇൻഫോർമേഷൻ ആയിരിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ചാനലുകളിലെ നല്ല ക്ലാസ്സുകൾ കേൾക്കുക, നല്ല ടോക്കുകൾ കേൾക്കുക, പറ്റുന്ന സമയങ്ങളിൽ പുതിയ പുതിയ കോഴ്സുകളിൽ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നോളജിനെ അപ്ഡേറ്റ് ചെയ്യുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുകയും ചെയ്യാം. നാം എങ്ങനെ നമ്മുടെ മൈൻഡിനെ ഫീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും ഉണ്ടാവുക. നമ്മെ അപ്ഡേറ്റ് ചെയ്യാനുള്ള നാലാമത്തെ ടൂളാണ് ഇമോഷണൽ മാനേജ്മെന്റ്. നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തെയും ഇൻസിഡൻസ് ചില നമുക്ക് പോസിറ്റീവ് ആയിരിക്കാം, ചില നമുക്ക് നെഗറ്റീവായി നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള നെഗറ്റീവായ ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമോഷൻ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരികയും നമ്മുടെ ആകത്തെ പ്രൊഡക്ടിവിറ്റി കുറയാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതിനിട കൊടുക്കാതെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇമോഷനെ മാനേജ് ചെയ്യാനായിട്ട്
നമ്മൾ അതിനെ പൂർണ്ണമായും മനസ്സിലാക്കണം, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ചിന്തകളെ ആ ഒരു നെഗറ്റീവ് ഇതിലേക്ക് വിടാതെ പോസിറ്റീവായ ചിന്തകളുമായിട്ട് അതിനെ മാറ്റിയെടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇമോഷനെ പൂർണ്ണമായും മനസ്സിലാക്കി അതിനോട് നമുക്ക് പൊരുത്തപ്പെട്ട് അതിനെ എംപവറിംഗ് ആയിട്ടുള്ള തോട്ട്സ് ഉപയോഗിച്ച് റീചേഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു സ്റ്റേജ് എപ്പോഴും പോസിറ്റീവായി നേടാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടുവാനും നെക്സ്റ്റ് വെർഷനിലേക്ക് പോകാനും നമുക്ക് സാധിക്കും. നമ്മുടെ ലൈഫിനെ നെക്സ്റ്റ് ഗ്രേഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള 5ാമത്തെ ഹാബിറ്റാണ് റൈറ്റ് ആൻഡ് റിഫ്ലക്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റികളെ നമ്മളൊന്ന് എഴുതി നോക്കുകയും അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുക. നമ്മൾക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും വേണ്ടതിനെ നമുക്ക് എടുക്കുവാനും വേണ്ടാത്തതിനെ കളയുവാനും സാധിക്കണം. നമുക്ക് പറ്റുന്ന പാളിച്ചകളും നമുക്ക് വരുന്ന മോശമായ അനുഭവങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ആക്കി മാറ്റി വേണ്ടത് മാത്രം നമുക്ക് എടുത്ത് നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ എക്സ്പീരിയൻസിനെ നമുക്ക് ക്ലിയർ ആക്കി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഈ റിഫ്രഷ് സഹായിക്കും. നമ്മുടെ നെക്സ്റ്റ് വേഷനിലേക്ക് നമ്മെ അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന 5 ഹാബിറ്റ്സ് നാം ഇവിടെ കണ്ടു. അതിലൊന്നാമത്തത് സെറ്റ് ആൻ ഇന്റൻഷൻ ഫോർ ദ ഡേ. 2, ബി ഇൻ ആൻ ഒപ്റ്റിമൽ സ്റ്റേജ് ഫോർ കൺസിഡറബിൾ ടൈം. 3ാമത്തെ ഫീഡ് യുവർ മൈൻഡ്. 4ാമത്തെ പ്രാക്ടീസ് ഇമോഷണൽ മാനേജ്മെന്റ്. 5ാമത്തെ റൈറ്റ് ആൻഡ് റിഫ്ലക്ട് ഓൺ ഡെയിലി ബേസിസ്. ഇങ്ങനെ ഈ 5 ഹാബിറ്റുകൾ നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ന്യൂ വേർഷനിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നെക്സ്റ്റ് വേർഷൻ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.